ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ നാളായി ലോങ് വീഡിയോ ഇട്ടിട്ട് മറ്റൊന്നും കൊണ്ടല്ല, മടിയാണ്. എഡിറ്റ് ചെയ്യാനുള്ള മടി. വീഡിയോ ഷൂട്ടൊക്കെ ചെയ്യും, പക്ഷേ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാനുള്ള മടി കൊണ്ടാണ് വീഡിയോസ് ഒന്നും ഇല്ലാത്തത്. അങ്ങനെ ഒരു ഞായറാഴ്ച ദിവസം രാവിലെ എഴുന്നേറ്റതാണ്. രാവിലെ അല്ല, ഉച്ചയായി. അപ്പം മൂടാപ്പാണ് ആകെ മൊത്തത്തിൽ. എന്തായാലും എന്തുണ്ടാക്കണം ഉച്ചക്കത്തേക്കെന്ന് നോക്കിയപ്പോഴാണ് മീൻചട്ടി കണ്ടത് കേട്ടോ. അപ്പോൾ മീൻചട്ടി കണ്ടപ്പോൾ വിചാരിച്ചു എന്നാൽ ഒരു ചട്ടിച്ചോറാക്കിയാലോ. കാരണം ഒരു ചട്ടിച്ചോറ് കഴിക്കാൻ കുറേ നാളായിട്ട് ആലോചിച്ചിരിക്കുകയായിരുന്നു. കടയിൽ പോയി വാങ്ങിക്കുന്നതിനേക്കാൾ എന്തുകൊണ്ടും നമുക്ക് ഉണ്ടാക്കാമല്ലോ. അങ്ങനെ വിചാരിച്ച് ചട്ടിച്ചോറിൻ്റെ പണി തുടങ്ങി. കാരണം ഇച്ചാനും വീട്ടിലുണ്ട്, അപ്പോൾ ഒരു ചട്ടിച്ചോറാക്കാമെന്ന് കരുതി. നമ്മുടെ വീട്ടിൽ ചിരവയൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ തേങ്ങാപ്പൂളി മിക്സിക്കകത്തിട്ട് ചതച്ചെടുത്തിട്ടാണ് എന്താ പറയുക, തോരനും ചമ്മന്തിക്കൊക്കെ എടുക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള തേങ്ങയായിരുന്നു മുമ്പേ കണ്ടത്. തേങ്ങ പുളുന്നായിരുന്നു കേട്ടോ മുമ്പ് വേണ്ടത്. അപ്പം കോവയ്ക്ക തോരൻ റെഡിയായി, ചേമ്പ് മെഴുക്കോട്ട് റെഡിയായി. 3-4 കഷ്ണം നെത്തോലി വറുത്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് ഈ മീൻ കറിയിൽ നിന്ന് മീനെടുത്ത് വറുത്ത് കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതൊരു പ്രത്യേക രുചിയല്ലേ. അപ്പോൾ ഞാനാണെങ്കിൽ ഉള്ള കറിയിൽ നിന്ന് കഷ്ണം മാറ്റിയെടുത്തുനിന്ന് വറക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ മുട്ട പൊരിച്ചതില്ലാത്ത എന്ത് ചട്ടിച്ചോറ്. അതുകൊണ്ട് ഞാൻ മുട്ട പൊരിക്കാൻ പോവാണ് കേട്ടോ. എനിക്ക് ഈ തേങ്ങ തിരുമിയതിട്ട് മുട്ട പൊരിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പണ്ട് കൊച്ചിലെ എനിക്ക് അമ്മച്ചി ഉണ്ടാക്കി തരുമായിരുന്നു, ഇങ്ങനെ തേങ്ങയും ചുവന്നുള്ളിയും കൂടെ ഒക്കെ ചേർത്തത് കേട്ടോ. അപ്പം ആ ഒരു രീതിയിലാണ് ഞാൻ മുട്ട പൊരിച്ചത് ഉണ്ടാക്കിയത്. പിന്നെ ചമ്മന്തി അരച്ചു. ചമ്മന്തി എന്ന് പറഞ്ഞാൽ പുളിയൊക്കെ വെച്ച ചമ്മന്തി, പുളി ഇഞ്ചി ഇട്ട ചമ്മന്തി. അപ്പോൾ ഇച്ചാനപ്പത്തിന് എഴുന്നേറ്റ് വന്നിട്ട് ചട്ടി ചൂടാകാൻ വെച്ചു. അതിൻ്റെ അടിയിൽ കുറച്ച് ചാറുണ്ട്, ബാക്കി മുകളിലേക്ക് ചോറിട്ടു. ഞങ്ങൾക്ക് ഒരൊറ്റ ചട്ടിയേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾക്ക് 2 പേർക്കും വേണ്ടിയിട്ടുള്ള ചോറ് അതിനകത്ത് ഇട്ടേക്കുക. സൈഡിലോട്ട് ചമ്മന്തി വെച്ചിട്ടുണ്ട്. മോരുകറി ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മോരുകറി ഇച്ചാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ള കൂട്ടാനൊക്കെ ഇങ്ങനെ ഓരോ അരികിലായിട്ട് ഇങ്ങനെ വെച്ച് പോകുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ അവസാനം ആ ചട്ടിച്ചോറ് കഴിക്കുകയാണ് സുഹൃത്തുക്കളെ, കഴിക്കുകയാണ്. 2 പേർക്കൂടെ വിശാലമായിട്ടൊന്നും കഴിക്കാനൊന്നും പറ്റുന്നില്ല, എങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കുകയാണ്. കുറച്ച് നാൾ കൊണ്ടേ വിചാരിക്കായിരുന്നു കേട്ടോ ചട്ടിച്ചോറ് വേണമെന്ന്. എന്തായാലും ഇന്നത് സാധിച്ചു. അപ്പോൾ അത്രയേ ഉള്ളൂ ഈ വീഡിയോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ.